ഒപ്പം ചേരുന്നുണ്ട് മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ജേക്കബ് തരകൻ. നമസ്കാരം ജേക്കബ് തരകൻ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ശക്തിയായ തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും അഭിമാനപൂരിതമായി നിൽക്കുന്ന അന്തരംഗം അങ്ങനെ വേണം എന്നാണല്ലോ. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഓരോ ഭാരതീയനും ഉള്ളത്. താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എന്റെ ആദ്യത്തെ പ്രതികരണം കൺഗ്രാറ്റുലേഷൻസ് ഇന്ത്യ, കൺഗ്രാറ്റുലേഷൻസ് ഓപ്പറേഷൻ സിന്ദൂർ. ഇത് നാം ആഗ്രഹിച്ചതും ആശിച്ചതുമാണ്. ഇത് എസ്കലേഷന്റെ അല്ലെങ്കിൽ റെസ്പോൺസിന്റെ ഫസ്റ്റ് റെസ്പോൺസ് ആണ്. ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ, വളരെ അപ്രോപ്രിയേറ്റ് പേരാണ്. നമ്മളുടെ ഭാരതീയ നാരികൾക്ക് വന്ന തീരാത്ത നഷ്ടത്തിന് പകരം ഈ പേര് തന്നെ വേണമെന്ന് ആരാണോ പ്ലാൻ ചെയ്തത് അവർക്ക് എൻ്റെ ഒരു സല്യൂട്ട്. എക്സലന്റ് ഓപ്പറേഷൻ സിന്ദൂർ. ഇനി വരാൻ പോകുന്നത്, നമ്മൾ 9 സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്തു. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഫിസിക്കൽ അസറ്റാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ അനുമാനത്തിൽ ഇപ്പോൾ മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾക്കാർ ഒന്നും ടെററിസ്റ്റിൻ്റെ മേൽത്തട്ടിലുള്ള ആൾക്കാരായിരിക്കത്തില്ല, ലോവർ ഓപ്പറേറ്റീവ്സ് ആയിരിക്കും അവിടെ ഉള്ളത്. താഴ്ന്ന കടയിലുള്ള ഫൈറ്റേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ, അത് ശിലാകേന്ദ്രങ്ങളൊക്കെ പണ്ടേ അവിടുന്ന് മാറിയിട്ടുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച് ഒന്നൊന്നായി ഉത്തരം ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഇത് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിന് തീർച്ചയായിട്ടും പാകിസ്ഥാൻ പ്രതികരിക്കും. അവർക്കത് പ്രതികരിച്ചേ ഒക്കത്തുള്ളൂ. കാരണം ഇത് അവരുടെ സൈന്യത്തിൻ്റെ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പാക് സൈന്യത്തിൻ്റെ നിലനിൽപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ, അവരെന്തെങ്കിലും തിരിച്ച് ചെയ്തില്ലെങ്കിൽ അവരെ അത് സാരമായി ബാധിക്കും. ശരിയാണ്. സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ സാധാരണക്കാരെ ആളുകൾക്ക് നേരെ, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ഷെല്ലാക്രമണമായിരുന്നു ഈ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ ഉണ്ടായത്. 3 പേർക്ക് ജീവൻ നഷ്ടമായി എന്നത് നമ്മൾ തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ആളുകളെയൊക്കെ ഇപ്പോൾ സുരക്ഷിതമായി ബങ്കറുകളിലേക്കും മറ്റും മാറ്റിയിരിക്കുന്നു, പലയിടത്തും ഒഴിപ്പിക്കുന്നു. അതേസമയം തന്നെ ഇന്ത്യൻ സേന സംയുക്തമായി തിരിച്ചടിക്കുന്നുമുണ്ട് അതിർത്തിയിൽ. അതിർത്തിയിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട്. നമുക്ക്